കോട്ടയം ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വത്തിന് അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി വെന്നക്കടമ്പൻ പാർട്ടി ചെയർമാൻ പി.ജെ. ജോസഫിനെ ആഗ്രഹം അറിയിച്ചിട്ടുണ്ടെന്ന് സജി വെന്നക്കടമ്പൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സ്ഥാനാർത്ഥിയെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നതയില്ല. ഇക്കുറി സീറ്റ് തനിക്ക് നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ മുന്നണികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കോട്ടയം ലോക്സഭാ സീറ്റ് ഏതായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെതാണെന്ന് തന്നെയെന്ന് UDF കൺവീനറായിട്ടുള്ള എം ഹസൻ അടക്കം പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആ സീറ്റ് എന്തായാലും ജോസഫ് ഗ്രൂപ്പിൻ്റെ കൈകളിൽ ഭദ്രമായി തന്നെ UDFൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ചൊല്ലി വലിയ തരത്തിലുള്ള ഭിന്നതകൾ ഉണ്ട് എന്ന് കേൾക്കുന്നു. ഒപ്പം പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അല്ല, ഭിന്നതകളായിട്ട് എനിക്കറിയില്ല. ഏതായാലും കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റ് എന്നുള്ളത് തീരുമാനമായിട്ടുണ്ട്. ജോസഫ് സാറ് ചർച്ച നടത്തി അത്തരത്തിൽ ഒരു തീരുമാനം കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എനിക്ക് അവസരം ലഭിക്കാത്തതുകൊണ്ട് അന്ന് അതിനോട് ജോസഫ് സാർ എന്നെ മത്സരിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ സാധിച്ചില്ല. അതുകൊണ്ട് ഇപ്പം ഒരവസരമുണ്ട്. അവസരത്തിൽ എന്നെ പരിഗണിക്കണമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരിഗണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ ഭിന്നത ഒന്നും പറയേണ്ടതില്ല. ഏതായാലും ഇത് പാർട്ടിയുടെ നേതൃയോഗം ചേർന്ന് പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തുന്ന സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ അദ്ദേഹം നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം കേരള കോൺഗ്രസ് പ്രവർത്തകരും ഐക്യജനാധിപത്യ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഞാൻ ഉൾപ്പെടെ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഞാൻ ആയിരിക്കും എന്ന് എന്നെ പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മോൻസ് ജോസഫ് ഒരാളുടെയും പേര് മുന്നോട്ട് വെച്ചാൽ എനിക്കറിയില്ല. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു സജി വെന്നക്കടമ്പനെ സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രഥമ പരിഗണന നൽകിയിരിക്കുമെന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ചെയർമാനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വരട്ടെ, നമുക്ക് 25-ാം തീയതി കഴിഞ്ഞ് പാർട്ടിക്ക് നമുക്കാണ് സീറ്റ് എന്ന് നിശ്ചയിച്ചാൽ നമുക്ക് ചർച്ച നടത്തി സജീവ കാര്യത്തിൽ പരിഗണിക്കാമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. വിജയസാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് പറഞ്ഞത് ഐക്യജനാധിപത്യത്തിനുള്ള പ്രധാനപ്പെട്ട സീറ്റാണ്. പ്രത്യേകിച്ച് തോമസ് ചാഴികാടൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFനെ വഞ്ചിച്ച് പോയിട്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അല്ലാണ്ട് ഫീൽഡിൽ സദാസമയം നിർണ്ണയിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വിജയസാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കോൺഗ്രസ് പാർട്ടി ഒരിക്കലും എനിക്കെതിരായിട്ട് ഒരു വാക്ക് ഇവിടെ ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിപ്പിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയില്ല. അത് വെറും തെറ്റായ പ്രചരണമാണ്. നാളെയോ മറ്റന്നാളോ ആയിട്ട് പാർട്ടി ചെയർമാനോട് സംസാരിക്കുക. അതിന് അദ്ദേഹം തീരുമാനിക്കുന്നത്. ഞങ്ങളെല്ലാ നേതാക്കന്മാർ ഇരുന്ന് അദ്ദേഹത്തെ പാർട്ടി ചെയർമാനെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ചുമതലപ്പെടുത്തുക സ്വാഭാവികമായ നടപടി അതാണ്. അപ്പോൾ പാർട്ടി ചെയർമാൻ ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ. പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ഇനിയിപ്പോൾ എന്നേക്കാൾ മിടുക്കനായ സ്ഥാനാർത്ഥിയെ പാർട്ടി ചെയർമാൻ പ്രഖ്യാപിച്ചാൽ ഞാൻ അതിനെ എതിർക്കാൻ പോവില്ല. പക്ഷേ കഴിഞ്ഞ തവണയും എനിക്ക് ലഭിച്ചില്ല. എൻ്റെ അയോഗ്യത ഇത്തവണ എൻ്റെ അയോഗ്യത എന്താണെന്ന് ഉള്ളതിനെ സംബന്ധിച്ച് എനിക്കൊരു എന്താ പറയുക നേതൃത്വത്തിന് മുമ്പിൽ നിന്നും അല്ലെ അയോഗ്യത ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഏത് സ്ഥലത്തേക്ക് എങ്ങോട്ട് മത്സരിക്കണമെന്നതിനെക്കുറിച്ച് പാർട്ടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ശക്തമായ മത്സരത്തിന് കേരള കോൺഗ്രസ് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല കേരള കോൺഗ്രസിൻ്റെ ഏറ്റില്യമായ ഒരിടത്ത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവ് തന്നെ മത്സരിക്കണമെന്നുള്ള ആവശ്യമാണ് ജോസഫ് ഗ്രൂപ്പിൽ പ്രധാനമായിട്ട് ഈ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. ആ ആവശ്യം ചെയർമാൻ അംഗീകരിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് പ്രവർത്തകർ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.